പ്രിയമുള്ളവരെ, നമ്മളെക്കൊണ്ട് പറ്റില്ലെന്ന് പറയുന്നവരുടെ മുകളിലൂടെ പറന്നുയരുക. ചിലർ ഇത്തരം അഭിപ്രായങ്ങൾ നമ്മുടെ മുഖത്ത് നോക്കി പറയും. എന്നാൽ ചിലർ ഇത്തരം അഭിപ്രായങ്ങൾ പറയാതെ നമ്മോട് പറയാനും മിടുക്കരാണ്. ഇത്തരം താങ്ങുകളിൽ നമ്മൾ പെട്ടെന്ന് തളരാതെ ഇരിക്കണമെങ്കിൽ എൻ്റെ കഴിവുകൾ പൂർണ്ണമല്ല, പക്ഷേ എൻ്റെ വ്യക്തിത്വത്തിലും എനിക്കുള്ള കഴിവുകളിലും ഞാൻ അഭിമാനിക്കുന്നു എന്ന ഉൾക്കാഴ്ചയിലേക്കും ബോധ്യത്തിലേക്കും നമ്മൾ വേഗത്തിൽ വളരണം. ഇത്തരമൊരു വളർച്ച നമ്മിൽ ശക്തി പ്രാപിക്കണമെങ്കിൽ ജീവിതത്തിൻ്റെ ഏതു മേഖലയിലാണെങ്കിലും നമുക്ക് സ്വയം ചെയ്യാനും നേടാനും കഴിയുന്നത് ഒരിക്കലും മറ്റുള്ളവരോട് നേടിത്തരാൻ ആവശ്യപ്പെടാതിരിക്കാനും അതിനായി നിരന്തരം കാത്തിരിക്കുന്നവർ ആകാതിരിക്കാനും നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണമെന്ന് മാത്രം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തിനു വേണ്ടിയുള്ള പരിശ്രമമാണെങ്കിലും എപ്പോൾ തുടങ്ങി എന്നതിനേക്കാൾ എങ്ങനെ പൂർത്തിയാക്കി എന്നതാണ് പ്രധാനം. കാരണം ഒരു കാര്യം തുടങ്ങാൻ താൽക്കാലികമായ ഒരു പ്രചോദനം മതി, എന്നാൽ അത് വിജയകരമായി പൂർത്തീകരിക്കുവാൻ ഉയർന്ന ആത്മവിശ്വാസവും നിരന്തരമായ പ്രയത്നവും പ്രാർത്ഥനയും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഓർക്കുക, എത്ര വട്ടം ഓടിയിട്ടും എലിയെ പിടിക്കാൻ സാധിക്കാത്ത സങ്കടത്തിൽ ഒരു പൂച്ചയും ഇന്ന് വരെ ആത്മഹത്യ ചെയ്തിട്ടില്ല. അതുപോലെ പിന്നിലായിപ്പോയ എല്ലാവരുടെയും ജീവിതം സമ്പൂർണ്ണ പരാജയമാണെന്ന് നമുക്ക് തീർത്തും പറയാനും സാധിക്കുകയില്ല. ഓർക്കുക, എത്ര വട്ടം ഓടിയിട്ടും എലിയെ പിടിക്കാൻ സാധിക്കാത്ത സങ്കടത്തിൽ ഒരു പൂച്ചയും ഇന്ന് വരെ ആത്മഹത്യ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെയാണ് പിന്നിലായിപ്പോയ എല്ലാവരുടെയും ജീവിതം സമ്പൂർണ്ണ പരാജയമാണെന്ന് നമുക്ക് തീർത്ത് പറയാനും സാധിക്കുകയില്ല. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ വിശുദ്ധ ബൈബിളിൽ 31-ാം അധ്യായം 30-ാം വാക്യത്തിലൂടെ ഇങ്ങനെ പറയുന്നു: ഓരോരുത്തരും അവനവൻ്റെ അകൃത്യ നിമിത്തമാണ് മരിക്കുക, പച്ചമുന്തിരിങ്ങ തിന്നുന്നവൻ്റെ പല്ലേ പുളിക്കുകയുള്ളൂ. ജെറമ്യാ പ്രവചനം 31-ാം അധ്യായം 30-ാം വചനം. ഏവർക്കും നന്മകൾ നേരുകയാണ്. സ്നേഹപൂർവ്വം, സേവേറിയോസ്.